പടച്ചവനെ നീ അവർക്ക് നന്നാക്കണേ അല്ലാഹുവേ, വഴി തെറ്റിക്കല്ലേ അല്ലാഹുവേ. പടച്ചവനെ എന്നെ പോലെ എന്റെ മക്കള് നിസ്കാരക്കാരനാക്കണേ അല്ലാഹുവേ. എത്ര പേര് ദുആ ചെയ്യാറുണ്ട്, പടച്ചവൻ എന്റെ മോൻ SSLC ജയിക്കണേ അല്ലാഹുവേ, +2 ജയിക്കണേ അല്ലാഹുവേ. നമ്മൾ ദുആ ചെയ്യും, എന്റെ മോൻ ഡോക്ടർ ആകണേ അല്ലാഹു, ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആവണം. അതോടൊപ്പം തന്നെ അല്ലാഹു എന്റെ മകനെ നീ 5 നേരം നിസ്കാരക്കാരനാക്കണേ എന്നെ പോലെ. വാപ്പാ നിസ്കരിച്ചിട്ടുണ്ടെ മോൻ നിസ്കരിക്കുക. വാപ്പാ നിസ്കരിച്ചാലല്ലേ മോൻ നിസ്കരിക്കൂ. വാപ്പ എങ്ങനെ ജീവിക്കണതനുസരിച്ച് മക്കളും ജീവിക്കും ഇല്ലേ? ആദ്യം വാപ്പ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. ഇത് വാപ്പ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നടക്കൂ. വാപ്പായും ഉമ്മായും അങ്ങനെ ജീവിക്കണോ? ഒരു മോനെ സുന്നത്ത് കല്യാണം നടത്താൻ വേണ്ടി പിടിച്ച്, മോനെ മാർക്ക കല്യാണം നടത്താൻ വേണ്ടി വിളിച്ച്, ഒസാ വീട്ടിൽ വന്നപ്പോ ഇവ ഇറങ്ങി ഓടി. ഇവ ഓടി ചെന്നൊരു മരത്തിന്റെ മുകളിൽ കയറി വന്നു. ഉമ്മ മരത്തിന്റെ താഴെ നിന്ന് വിളിയോട് വിടിയാ, മോനെ ഇറങ്ങി വാടാ. ഞാൻ വരൂല്ല. എടാ ഇറങ്ങി വാടാ, നിന്റെ സുന്നത്ത് കിടത്തിട്ടാ, അള്ളാണെ ഇറങ്ങി വരൂല്ല. ഉമ്മ മരത്തിന്റെ ചോട്ടിൽ നിന്ന് വിളിച്ച് മടുത്തടാ, മോനെ നീ ഇറങ്ങി വാടാ, എന്റെ സുന്നത്ത് കിടത്തിട്ട് ഇറങ്ങി വാടാ. ഇവ എന്ത് ചെയ്താ മരത്തിൽ നിന്ന് ഇറങ്ങൂല. അവസാനം ഉമ്മ മരത്തിന്റെ ചോട്ടിൽ നിന്ന് മടുത്ത്, മോനെ എടാ സുന്നത്ത് കിടത്തിനോടാ, അത് നടത്തിയില്ലേ ശരിയാവൂലടാ, നീ ഇറങ്ങി വാടാ. ഞാൻ ഇറങ്ങൂല. അവസാനം നിന്ന് മടുത്ത് വന്ന് കലി വന്നപ്പോ ഉമ്മ അറിയാം, എന്നാ പിന്നെ ഒരു കാര്യം, നീ ഇറങ്ങണ്ട, നീ നിന്റെ വാപ്പാനെ പോലെ തന്നെ നടക്കും. വാപ്പായും മോനും ഒരുപോലെ നടക്കും. വാപ്പയും ഉമ്മയും എങ്ങനെയാണ്? എന്റെ സഹോദരി, നീ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു, സ്ഥലത്തിന്റെ പേര് എനിക്ക് കണ്ടുകുഴി, കണ്ടാലും കൊണ്ടാലും കൊണ്ടില്ല എന്തേലും ഒഴിക്കട്ടെ. കണ്ടുകുഴിയിൽ ഈ തൈക്കാവില് ബാങ്ക് മഗ്‌രിബിന് വിളിച്ചു. ഒരു സ്ത്രീ, അവള് പോയി ഒളു എടുത്ത് മുസല്ലയുമായിട്ട് വന്ന് വീട്ടിൽ മുസല്ല വെച്ചു. അള്ളാഹു വന്ന് കൈകെട്ടി നിസ്കരിച്ചു. നിന്റെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടി ഉമ്മ നിസ്കരിക്കുന്നുണ്ടാ കൂടെ വന്ന് നിസ്കരിക്കും ഇല്ലേ? ഉമ്മ നിസ്കരിച്ച വന്നെടുത്ത് നിസ്കരിക്കുവോ? വാപ്പ പള്ളിയിലോട്ട് പോകണം. പോകുന്ന വഴിയിൽ നമ്മുടെ പ്രായപൂർത്തിയായ മക്കളെ, കൊച്ചുമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം. സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ കൈയും പിടിച്ചുകൊണ്ട് മക്കളെയും കൊണ്ടുപോകുമായിരുന്നു. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കണം. നമ്മൾ ഇത്രയൊക്കെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ ദീനും കൂടെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ട എന്ത് ചെയ്യണം? കാര്യമായിട്ട് ദുആ ചെയ്യണം. എപ്പോ ദുആ ചെയ്താൽ അള്ളാഹിനോട് മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തോ ഒരു സ്നേഹമാണ് നമുക്ക്. കള്ളുകുടിന് പോലും സ്നേഹം മക്കളോടാണ്. അവ നന്നായിട്ട് കള്ളുകുടി, എന്നാലും മക്കളോടുള്ള സ്നേഹമോ. പുനലൂർ അടുത്തടുത്ത് വാതിന് പോയി. അപ്പൊ ഞാനിങ്ങനെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവന് മക്കള് ഹാഫിളീങ്ങളാവാൻ ഒരു 6666 വെച്ച് വാഗ്ദാനം ചെയ്യാൻ പറ്റും. ഒത്തിരി പേര് വാഗ്ദാനം ചെയ്തു. ഞാൻ എന്റെ പ്രസംഗത്തിലൊക്കെ പോലെ സദക്കയൊക്കെ പിരിക്കണം, 6666 രൂപ പിരിക്കും. അപ്പൊ ധാരാളം ആളുകൾ മക്കള് ഹാഫിളീങ്ങളാവാൻ വേണ്ടി, അങ്ങനെ ഒത്തിരി പേര് ഹാഫിളീങ്ങളായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രതിഫലം തരട്ടെ. അപ്പൊ ഒരു ആള് വന്നിട്ട് എന്റെ അടുക്കൽ, ഉസ്താദ് ഒരു 6666 സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട്, അങ്ങനെ ഞാൻ അയാളുടെ മകന് വേണ്ടി ദുആ ചെയ്തു. അത് കഴിഞ്ഞവൻ വീണ്ടും എഴുന്നേറ്റുണ്ട്, വീണ്ടും ഒരു 6666 എന്റെ മോന് വേണ്ടി വീണ്ടും ദുആ ചെയ്തു. എല്ലാമൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ ദുആ തുടങ്ങി. വീണ്ടും സ്റ്റേജിന്റെ, ഉസ്താദേ എന്റെ മോൻ ഹാഫിളാവണം, നെഞ്ചത്ത് 2 അടിയൊക്കെ അടിച്ച് എന്റെ മോൻ ഹാഫിളാവണം. 6666 മൂന്നാമത്. ചേടാ ഇതെല്ലാം കഴിഞ്ഞ് വാതിലൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി വീണ്ടും എന്റെ അടുത്ത് വന്നു. നേരത്തെ അകലെ എന്നാ പറഞ്ഞു. അടുത്ത ഉസ്താദിന്റെ എല്ലാ മജ്‌ലിസിലും എന്റെ മോൻ സാലിഹായി വളരാൻ, ആലിമു ഹാഫിള് ആവാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇവനല്ല മാനസിക അസുഖം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാന്നൊക്കെ ഇവന്റെ അടുത്തോട്ട് ഇവന്റെ പൊന്നു സഹോദരങ്ങളെ വാറ്റുചാരായത്തിന്റെ കുണം കുമുകുമാന്നടിക്കുക. ഇവൻ ഫുള്ള് ഫിറ്റാ, ഫുള്ള് വെള്ളത്തിന്റെ മുകളിലാണ് ഇവൻ നിൽക്കുന്നത്. ആ സമയത്ത് മക്കളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. നമ്മൾ ഇത്രയും സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ മക്കൾ നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായി വരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നാമത്തെ കാര്യം കാര്യമായിട്ട് ദുആ ചെയ്യുക. രണ്ടാമത്തെ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ ലഇൻ അതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു സാലിഹായ സന്താനത്തെ തരണേ അല്ലാ. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തു. ദുആയുടെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല
ജനിക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ്. അതാ കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞു നീ ആട്ടുനോട്ടിരുന്ന് നിന്റെ കൺമണി ഭൂലോകത്തേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു കുഞ്ഞു ജനിച്ചാലുടനെ അവന്റെ വലതു ചെവിയിൽ നീ ബാങ്ക് കൊടുക്കണം, ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം, അവന് സുന്ദരമായൊരു പേര് വിട്ടുകൊടുക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദ്യമായിട്ട് അവന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം. കാരണം എന്താ? അവൻ ഈ ലോകത്തിന്റെ വെളിച്ചത്തിലോട്ട് വരികയാണ്. ഇതേവരെ അവൻ വെളിച്ചം കണ്ടിട്ടില്ല. ഇത്രയും നാൾ അവന്റെ ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഇരുട്ടറയിലാണ് കിടക്കുന്നത്. അവിടെ നിന്നത് അവൻ വെളിയിലോട്ട് വരികയാണ്. ഇത്രയും നാൾ അള്ളാഹു അവനെ കാത്തു സൂക്ഷിച്ചതാണ്. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന 5 ലിറ്റർ വെള്ളം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള ഗർഭാശയത്തിന്റെ ഉള്ളില് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സുരക്ഷിതമായി മാലിന്യങ്ങളില്ലാതെ ഒരു ചതിയും കളവും അവൻ പഠിച്ചിട്ടില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിലൊന്നും അവൻ കണ്ടിട്ടില്ല. ഗർഭാശയത്തിന്റെ വായുടെ ഭാഗത്ത് അള്ളാഹു ഒരു അരിപ്പ തന്നെ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേര് പ്ലാസന്റ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഉമ്മാന്റെ രക്തത്തിൽ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ, ഉമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിന് പിടിക്കാട് അള്ളാഹു ഒരു അരിപ്പ തന്നെ വെച്ചിരിക്കുകയാണ്. അത്ര അരിച്ച് ശുദ്ധമായിട്ടാണ് ഒരു കുഞ്ഞു ലോകത്തോട്ട് വരുന്നത്. ഇനിയാണ് അവൻ കൊള്ളപ്പലിശക്കാരന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. ഇനിയാണ് അവൻ കള്ളുകുടിയനെ കാണാൻ പോകുന്നത്. ഇനിയാണ് അവൻ പെൺവാണിഭക്കാരനെ കാണാൻ പോകുന്നത്. അവൻ ഇത്രയും നാളും ഇരുട്ടത്തായിരുന്നു. ഇനി അവൻ കാണാൻ വെളിച്ചം കാണാൻ പോവുകയാണ്. അവൻ ലോകത്തിന്റെ സൂര്യന്റെ വെളിച്ചം കാണുമ്പോ, ചന്ദ്രന്റെ വെളിച്ചം കാണുമ്പോ അവന്റെ ചെവിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, മമ്പേനോറ് സംസ്വേ കമറ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാന്റെ റസൂല് പറയുന്നു, ആ കുഞ്ഞി പിശാചുക്കൾ പാർക്കുന്ന ലോകം കാണുമ്പോ അവന്റെ വലതു ചെവിയിൽ ആദ്യം കേൾക്കുന്ന നാമം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന നാമമാകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവൻ ആദ്യം കേൾക്കുന്ന എന്തായിരിക്കണം? വലതു ചെവിയില് ബാങ്ക് വിളിക്കണം. അവൻ ആദ്യം കേൾക്കണം ബാങ്കാരിക്കണം. വലതു ചെവിയില് ബാങ്ക് വിളിക്കണം. കേട്ടാൽ ബാങ്ക് വിളിച്ചാല് തൈക്കാവി അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ പള്ളി പോകും. അവൻ ജനിച്ചപ്പോഴേ കേട്ട അല്ലാഹു അക്ബറാണ്. ഇത് വെറുതെ പറയണമെന്നല്ല, ശാസ്ത്രീയപരമായിട്ട് തന്നെ ഇത് വലിയ അടിസ്ഥാനമായ തത്വമാണ്. ശാസ്ത്രീയപരമായി ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണിത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണോ മനസ്സിൽ നിൽക്കുന്നതല്ല പിന്നീട് പഠിക്കുന്നതാണോ? എപ്പോ പഠിക്കുന്ന? ചെറുപ്പത്തിൽ. നമ്മൾ കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, കേൾക്കുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്? നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നതാണോ എപ്പോഴും മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, അതല്ല കണ്ണുകൊണ്ട് കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്? എന്താ പറയുന്നത്? കാണുന്നോ കേൾക്കുന്നു? കാണുന്നത് ഉറപ്പ് തന്നെ. നമ്മൾ കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നതാണ് മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, കേൾക്കുന്ന എപ്പോഴും തങ്ങിയിരിക്കില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഒട്ടും ചില ആളുകളെ കാണുമ്പോൾ എവിടെയോ കണ്ട മുഖമാണല്ലോ, പക്ഷെ പേരോർമ്മ വരുന്നില്ല. മുഖം കണ്ടതാണ്, പേര് കേട്ടതാണ്. നമ്മൾ സാധാരണ എവിടെയോ കണ്ട് പരിചയമുണ്ട്, മുഖം നല്ല ഓർമ്മ വരുന്നു, പക്ഷെ പേര് മറന്നുപോയി. കാരണം പേരയാളോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞാണ്. അപ്പോൾ കാണുന്നതാണ് എപ്പോഴും ജീവിതത്തിൽ ഓർമ്മ വെക്കുന്നത്. അതുപോലെ ചെറുപ്പത്തിൽ കേൾക്കുന്ന വാക്ക്. ഒരു ഡോക്ടർ ഒരു ഡോക്യുമെന്ററി ഈ അടുത്ത സമയത്ത് ഒരു ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ ഡോക്ടർ, ഒരു പീഡിയാട്രീഷ്യൻ, അദ്ദേഹം ഒരു ഡോക്യുമെന്ററിയിൽ അദ്ദേഹം സ്ക്രീനിൽ കാണിച്ചാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ 6 മാസം പ്രായമായൊരു കുട്ടി. ആ കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഉമ്മ ഒരു റൂമിലൂടെ പോയി. അപ്പൊ ടിവിന്ന് ഒരു മ്യൂസിക് കേട്ടപ്പോ ആ കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്ന് വെട്ടിത്തിരി ഈ ശബ്ദം കേട്ട്. അതിനെ പ്രസവിച്ച ആ കുഞ്ഞിന് 6 മാസമായി. ആ കുഞ്ഞ് റൂമിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ അന്ന് 6 മാസം ഉമ്മാന്റെ ഗർഭാശയത്തിൽ പ്രായമുള്ളപ്പോ കേട്ട അതേ മ്യൂസിക് കേട്ടാൽ ഈ കുട്ടി പെട്ടെന്ന് വെട്ടിത്തിരിയും. കാരണം അവൻ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്ന് കേട്ടതാണ്. ആ കുട്ടി അത് വെട്ടിത്തിരിയും, അത് അവൻ അവസാനം വരെ മറക്കൂല. അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മുമ്മമാര് പറയുന്നത്, ഈ ഗർഭിണികളായ സ്ത്രീകള് നല്ല സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്ത് പോകരുതെന്ന്. വിലക്കൂലേ?
ഉമ്മമാര്, പഴയ ഉമ്മമാര് വിലക്കും. ഇപ്പം വിലക്കാൻ ഉമ്മമാരും ഇല്ല. പണ്ടൊക്കെ പഴയ ഉമ്മമാരെങ്കിലും പറയും മക്കളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ ഉമ്മമാരും ഇല്ല. ഉമ്മമാരും വയസ്സ് 98 കഴിഞ്ഞ് 2 CC കൂടെ അടയ്ക്കാനുള്ളൂ. എന്നാലും റിമോട്ടുമായിട്ട് ഉമ്മൂമ്മ ഉണ്ടായിരുന്നു ഫ്രണ്ട്. ആദ്യം എന്ത് കേൾക്കുന്നോ അതൊരു കുട്ടിയുടെ മനസ്സിൽ കിടക്കും. ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ താഴേക്ക് വരട്ടെ, ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പറയാം. ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് നമ്മുടെ പഴയ ഉമ്മമാരൊക്കെ കുട്ടികളെ തൊട്ടിലിട്ട് പാരാട്ടുമ്പോൾ അവർ പാടാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലഫൽ അലിഫു നിളാമ മദ്ഹിയ ഇലൽ ആലിയാൽ അവല സുതൂരി ബിസ്മില്ലാഹി ബദൽ ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ടൊക്കെ ഉമ്മമാര് പാടുമ്പോ ഇത് പാടി ഉറക്കും. കാരണം കുട്ടികൾ ആ സംസ്കാരം കേട്ടാണ് വളരുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന എന്താ? അന്ന് നമ്മുടെ കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് വളർന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ അതേ കുട്ടികൾ കട്ടിലേക്ക് കിടന്ന് ആടുമ്പോ കേൾക്കുന്ന എന്താ? ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവളത്തൊരു മുത്തം തന്നോണ്ട് അവൾ ഇരിക്കും. നമ്മുടെ കുട്ടികൾ കേട്ട് വളരുന്നതാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇടയിൽ കേട്ട് വരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഇതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യം. അത് ഒരുക്കേണ്ടതാരാണ്? മാതാപിതാക്കളാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. അതിനുശേഷം ആ കുഞ്ഞിന് നിങ്ങൾ സുന്ദരമായൊരു പേരിട്ട് കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കേട്ടുകൊള്ളുക, ഹഖുൽ വാലിദി അലൽ ഹഖുൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ വഅൻ യുഅല്ലിമഹു ഇദാ അകലാ വഅൻ യുസവ്വിദഹു ഇദാ അദ്റകാ. മാതാപിതാക്കൾക്ക് മക്കളോട് 3 കടമയുണ്ട്. അതിലൊന്നാമത്തെ കടമ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ. അവൻ ജനിച്ചാലുടനെ അവനൊരു നല്ല പേരിട്ട് കൊടുക്കണേ. ജനിച്ചാലുടനെ നല്ല പേരിട്ട് കൊടുക്കണം. പേരിലും കഥയുണ്ട്. ചില ആളുകൾ പറയും പേരിൽ വലിയ കാര്യമില്ല. പേരിലും കാര്യമുണ്ട്. ഉമർ അള്ളാന്റെ അടുക്കൽ ഒരാൾ വന്നു, എന്താ പേര്? എന്റെ പേര് ശിഹാബ്, തീക്കൊള്ളി. ശിഹാബിന്റെ അർത്ഥം എന്താ? തീക്കൊള്ളി. ഇവിടെ ആരെയും ശിഹാബ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാല്ലേ. ശിഹാബുദ്ദീൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ശിഹാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീക്കൊള്ളി എന്നാണ്. ഓഹോ, നിന്റെ വാപ്പാന്റെ പേരെന്താ? അബ്ദുന്നാർ, തീയുടെ അടിമ. കൊള്ളാം. നിന്റെ വീട്ടുപേരെന്താ? ബൈത്തുന്നാർ, തീയുടെ വീട്. കൊള്ളാം. ഉമർ അള്ളാനോട് നിന്റെ ജീവിതം അങ്ങനെ തന്നെ ആവുള്ളൂ. ചരിത്രത്തിൽ കാണാം, ആ കുടുംബം മരണപ്പെട്ടത് വീടിന് തീ പിടിച്ചിട്ടാണ്. അതുകൊണ്ട് പേരിലും കഥയുണ്ട്. അതുകൊണ്ട് നല്ല പേരിടണം. ഒരു കുട്ടിയുടെ പേര് ഞാൻ ചോദിച്ചു, വാപ്പാട് എന്താ പേര്? അബു. അത്ര ഉള്ള വെറും അബു. അതോ ഉസ്താദ് ഇപ്പൊ ഇവന് 3 വയസ്സായതേ ഉള്ളൂ. ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ട് ഇവൻ നേരെ ചൊവ്വേ നടക്കുകയാണ്, ഒരു വാക്കം കൂടെ കൂട്ടി അബൂ ബക്കർ എന്നിടാം. ഇവൻ തലതിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഒരു വാക്കൂടെ കൂട്ടി അബൂ ജഹൽ എന്നിടാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മൗക്കൂഫായിട്ട് അബൂ എന്നിട്ടിരിക്കുക. നന്നായിട്ട് വന്ന അബൂബക്കർ, തലതിരിഞ്ഞ് പോയ അബൂ ജഹൽ. അതുകൊണ്ട് പേരിലും കാര്യമുണ്ട്. പാപ്പാടെ ഉമ്മാടേയും പേരിന്റെ ആദ്യത്തെ അക്ഷരം കൂട്ടിയിട്ട് പേരിട്ടാൽ കുഴപ്പമുണ്ടാവും. ബാസത്തിനും അസൂറാക്കും കൂടെ ഒരു മോനുണ്ടായി. ബാസത്തിന്റെ ബായും അസൂറാടെ സൂറും കൂടെ കൂട്ടിയിട്ട് മോന് പേരിട്ടു ബാസൂർ. എങ്ങനെയുണ്ട്? ബാസൂർ നല്ല പേരാണ് അല്ലേ? അർത്ഥം എന്തുവാ ബാസൂറിന്റെ? മൂലക്കുരു. പൈൽസ്. പൈൽസ് മദ്രസയെ കൊണ്ടേ ചേർത്തപ്പോ ഉസ്താദ് മുഹമ്മദും കൂടെ ചേർത്തി മുഹമ്മദ് ബാസൂറായി. സ്തുതിക്കപ്പെട്ട മൂലക്കുരു. അതുകൊണ്ട് പേരിടുമ്പോൾ ആ പേര് നന്നാക്കണം. ഇതൊന്നും ചെറിയ വിഷയങ്ങളാണ്. എനിക്ക് വലിയ 1-2 വിഷയങ്ങൾ പറയാനുണ്ട്. ഖുർആൻ നല്ല പേരിട്ട് കൊടുക്കണം. രണ്ടാമത്തെ കടമ ഏതാ? ആദ്യം പേരിട്ട് കൊടുക്കണം. ഇനി ആരുടെ പേരാ സ്വീകരിക്കേണ്ടത്? ഉമ്മയാണോ പേരിടേണ്ടത്, ഉപ്പയാണോ പേരിടേണ്ടത്? ആര് പേരിടണം? ഉമ്മ പേരിടണോ, ഉപ്പ പേരിടണോ? നിങ്ങളെന്താ ഒന്നും മിണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഉമ്മയാ? നിങ്ങൾ പുരുഷന്മാരല്ല, നിങ്ങൾ വാപ്പാന്നേ പറയുള്ളൂ. സഹോദരന്മാരെ, ഉമ്മയുടെ പേരാണ് സ്വീകരിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂടെയാണ്.
ഉമ്മയ്ക്കാണ് പേരിടാൻ, രണ്ടുപേരും തമ്മിൽ പേര് പറഞ്ഞു. നല്ല പേര് ഉമ്മ പറഞ്ഞ പേരാണെങ്കിൽ ഉമ്മയുടെ പേരിനെ മുന്തിക്കണം. കാരണം അല്ലാഹുവിന്റെ ഖുർആനാണ് തെളിവ്. ഹന്നാ ബീവിക്കൊരു മകളുണ്ടായപ്പോ ഹന്ന പറഞ്ഞതെന്താണ്? വഇന്നീ സമ്മൈതുഹാ മറിയമ, ഈ കുഞ്ഞിനെ ഞാൻ മറിയമെന്ന് പേരിടുകയാണ്. ഹന്നാ ബീവിയാണ് മകൾക്ക് പേരിട്ട് കൊടുത്തതെന്ന് ഖുർആൻ പറയുമ്പോ ഉമ്മയാണ് മകൾക്ക് പേര് ചൊല്ലി വിളിക്കേണ്ടതെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഹന്നാ ബീവി പറഞ്ഞു ഇനി സമ്മൈതുഹാ മറിയമ, ഞാൻ ഇവൾക്ക് മറിയമെന്ന് പേരിടുകയാണ്, അതുകൊണ്ട് ഉമ്മയാണ് പേരിടേണ്ടത്. അങ്ങനെ പേരിട്ട് കഴിഞ്ഞ് അടുത്ത കടമ എന്താ? ഇതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേരിട്ടു. രണ്ടാമത്തെ കടമ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വഅയ്യുഅല്ലിമഹു ഇദാ അകലാ വഅയ്യുഅല്ലിമഹു ഇദാ അകലാ, അവന് ബുദ്ധിയായി കഴിഞ്ഞാല് അവനെ നീ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ പറയുമ്പോ പ്രായപൂർത്തി എത്തുമ്പോ, സഹോദരങ്ങളെ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മക്കളുടെ കാര്യത്തിൽ ഓരോ മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ. ഖുർആൻ പറയുകയാ, അള്ളാന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലയസ്തഅദിനുകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മർറാത്ത്. 3 നേരങ്ങളിൽ ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നവർ ശ്രദ്ധിച്ചു കൊള്ളുക. 3 നേരങ്ങളിൽ 3 അനുവനാട് നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ, നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ 3 നേരങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവര് കിടക്കുന്ന കിടപ്പറയിലോട്ട് കയറി വരാൻ പാടുള്ളതല്ല. അല്ലാഹു പറയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 3 നേരങ്ങളിൽ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന കിടപ്പറകളിലേക്ക് അവരുടെ മക്കൾ അനുവാദമില്ലാതെ കടന്നു വരുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അല്ലാഹു പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എങ്ങനെയാ കേൾക്കുന്ന വാർത്തകൾ വെച്ച് അനുസരിക്കാതിരിക്കുന്നത്? എങ്ങനെയാ?